சார், எனக்கு தமிழ்நாடு ஹோம் மினிஸ்டர் கிட்ட பேசணும். ஒரு ட்ரங்க் போடுங்க. എന്ത് പേശണം? அது உனக்கு தெரிய வேண்டிய அவசியம் இல்லையா? அவர்கிட்ட நான் தானே பேசுறேன். താനിപ്പോ ആർക്കിട്ടും പേശണ്ട. அப்படி சொன்னா முடியாது. எனக்கு பேசித்தான் ஆகணும். மெட்ராஸுக்கு வா, நான் பெரிய கவனிச்சிடுறேன். ഞാൻ ഇയാളെ അറിയും, എവിടെയോ കണ്ടിട്ടുണ്ട്. ഇവിടെ തന്നെയാ? ഇവിടെ എന്ന് വെച്ചാ എവിടെ? താമസിക്കുന്ന എവിടാന്നറിയോ? അറിയില്ല. ജോലി എവിടാന്നറിയോ? അതും അറിയില്ല. പക്ഷേ ഇയാളുടെ മുഖം എനിക്ക് നല്ല പരിചയമുണ്ട്. പേരും വീടും ജോലിയും ഒന്നും അറിയാതെ ഒരാളെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഞാനൊന്ന് ശ്രമിക്കട്ടെ. എങ്ങനെ? ഞാൻ വേണേ അന്വേഷിക്കാൻ പോലീസുകാരെ വിട്ടുതരാം. അത് വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. വർക്ക്ഷോപ്പിൽ വെച്ചാണെന്ന് തോന്നുന്നു. ആ വേണം, കാട്ടിലൊക്കെ തപ്പണം. ഫോറസ്റ്റ് ഐ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. ആ ഓക്കെ. ആളെ കിട്ടിയോ? ഉവ്വ്. വീടെവിടെ? അതൊക്കെ പറയാം, വാ വേഗം വാ. ഒരു പ്രത്യേക അറിയിപ്പ്. ഈ ചിത്രത്തിൽ കാണുന്ന ആൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര കുറ്റവാളിയാണ്. ഇയാളെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ എത്രയും വേഗം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ പോലീസ് കൺട്രോൾ റൂമിലോ അറിയിക്കാൻ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ലോ ആൻഡ് ഓർഡർ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ജനങ്ങൾ മുഴുവനായി അയാൾ മനസ്സിലാക്കി കഴിഞ്ഞു. സിഎമ്മിന് മാക്സിമം സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട്. കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അയാളെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനും മെസ്സേജും പോയി കഴിഞ്ഞു. കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഒരു മനുഷ്യന് വേണ്ടി ഇത്രയും വിപുലമായ ഒരു വേട്ട നടക്കുന്നത് ഇതാദ്യമായിട്ടാണ്. യു സ്റ്റിൽ ബിലീവ്? യെസ് സർ. വൈ ആൻഡ് ഹൗ? മറ്റന്നാൾ സ്വാതന്ത്ര്യ ദിനമാണ്. പരേഡിന് ചീഫ് ഗസ്റ്റ് സിഎം ആണ്. വിശാലമായ സ്റ്റേഡിയം, ജനസഹസ്രങ്ങൾ. ഹീസ് എ ഷാർപ്പ് ഷൂട്ടർ. അവൻ ഉന്നം പഴക്കില്ല. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഞാൻ എന്ത് ചെയ്യണം? പരേഡ് സെറമണിക്ക് സിഎം ഉണ്ടാകരുത്. നടക്കില്ല. ഇംപോസിബിൾ. ഏതൊരു സിഎമ്മിന്റെയും പ്രിവിലേജ് ആണ് സ്വാതന്ത്ര്യ ദിനത്തിൽ സെല്യൂട്ട് സ്വീകരിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മൾ പറഞ്ഞാൽ സിഎം അനുസരിക്കുമെന്ന്? എനിക്കറിഞ്ഞൂടാ. സാറിന് അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചാൽ. നിങ്ങൾക്കൊന്ന് ശ്രമിച്ചുകൂടെ? സിഎം നിങ്ങളുടെ സുഹൃത്തല്ലേ? ഞാൻ ശ്രമിച്ചു നോക്കാം സാർ. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചാൽ അയാൾ രക്ഷപ്പെടുന്നു. 100-ലൊന്നല്ല, 1000-ലൊന്നല്ല, 1,00,000-ലൊരു അംശം പോലും രക്ഷപ്പെടാൻ സാധ്യതയില്ല. അങ്ങനെയുള്ളപ്പോൾ സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ നിങ്ങളാണെങ്കിൽ തയ്യാറാകും. ഡിറ്റർമിനേഷൻ എന്ന വാക്കിന്റെ അർത്ഥം സാറിന് ശരിക്കും മനസ്സിലാകാഞ്ഞിട്ടാണ് സർ.
ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, മുഖ്യമന്ത്രിയാണ്. സ്വാഭാവികമായും ശത്രുക്കളുണ്ടാവും, ഭീഷണി ഉണ്ടാകും. എന്ന് കരുതി ഒരു മൃഗത്തിനെ പോലെ കൂട്ടിനകത്ത് കഴിയണമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ പറഞ്ഞില്ല. നാളത്തെ പബ്ലിക് അപ്പിയറൻസ്, അതാണ് പ്രോബ്ലം. ഫോർ സെക്യൂരിറ്റി സേക്ക് രാമു സഹകരിക്കണം. വൈ ഷുഡ് ഐ? കുറച്ചു മുമ്പ് നീ പറഞ്ഞല്ലോ എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള രക്ഷാസന്നാഹങ്ങളെ കുറിച്ച്. ബുള്ളറ്റ് പ്രൂഫ് കാറ്, വീട് മുഴുവൻ സ്റ്റേഡിയം പോലെ ഫ്ലഡ് ലിറ്റ്, ഇടവും വലവും തിരിയാൻ അനുവദിക്കാതെ ചുറ്റും നിൽക്കുന്ന കമാൻഡോ ഗാർഡുകൾ. എന്തിന് എന്റെ ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണം പോലും നിന്റെ സെക്യൂരിറ്റി ഓഫീസർ ഓക്കെ പറയാതെ എനിക്ക് കഴിക്കാൻ നിർവാഹമില്ല. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാണ് പെരുമാളെ സഹകരിക്കേണ്ടത്? പിന്നെ നാളെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിങ്ങളുടെ എല്ലാ സെക്യൂരിറ്റിയും മറികടന്ന് അയാൾ മുഖ്യമന്ത്രിയെ അപകടപ്പെടുത്തിയാൽ അത് എന്റെ കുറ്റമല്ല, നിങ്ങളുടെ കഴിവുകേടാണ്. ടു ബി ഫ്രാങ്ക്, അത്രയും അധ്വാനിച്ച അയാൾ അതിന് ശ്രമിച്ചാൽ അയാൾ ധീരനാണ്. ഞാൻ അയാളെ അഭിനന്ദിക്കും. പ്രതിപക്ഷത്തിനോടുള്ള ബഹുമാനം ശത്രുവിനോടും ഉള്ളത് മുഖ്യമന്ത്രിക്ക് ഭൂഷണമാണ്. ഈ നാവിന്റെ മിടുക്കാണ് നിങ്ങളെ മുഖ്യമന്ത്രിയാക്കിയത്. നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് വലിയ ധീരതയായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഒരു പോലീസുകാരൻ അത് മണ്ടത്തരമായിട്ടേ കാണാൻ കഴിയും. മുൻകരുതലും മുന്നറിയിപ്പും ഒക്കെ എല്ലാവർക്കും നല്ലതാണ്. നാളെ KGR എന്ന വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു പ്രശ്നവും ഇല്ല. ഒരു സാധാരണ മരണം, ദാറ്റ്സ് ഓൾ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി യു ആർ ദ ചീഫ് മിനിസ്റ്റർ. കൂടാതെ വളരെ ചെറുപ്പം മുതൽ എനിക്ക് അറിയാവുന്ന ഒരു സുഹൃത്തും. നീ എന്നെ ഭീഷണിപ്പെടുത്തിയിരുത്താനൊന്നും ശ്രമിക്കണ്ട. ശ്രമിച്ചാലും പ്രയോജനമില്ലെന്ന് എനിക്കറിയാം. അതെന്റെ ബോസിനോട് പറഞ്ഞിട്ട് തന്നെ ഞാൻ വന്നിരിക്കുന്നത്. If a man ought to kill somebody, there is no other way than he gets killed. ഇംഗ്ലീഷിലുള്ള ഒരു സെയിങ് ആണ്. ഒരാൾ മറ്റൊരാളെ കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയാൽ അയാൾക്ക് മരിക്കാതെ വേറെ മാർഗമൊന്നുമില്ല. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ഒരുത്തൻ ചാവണമെന്ന് പറഞ്ഞ് തുനിഞ്ഞിറങ്ങിയാൽ അയാളെ രക്ഷിക്കാനും വേറെ മാർഗമൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ പറയുന്ന സ്ഥിതിക്ക് ഇതിന്ന് ഒഴിവായിക്കൂടെ? ഞാൻ പോയിട്ട് വരാം. എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു. ഞാൻ എന്തൊക്കെയോ വേണ്ടാത്ത സ്വപ്നങ്ങൾ കണ്ടു. മിനിഞ്ഞാന്നും നീ ഇവിടെ ത്രികാല പൂജ നടത്തിയത് ഈ പേടിയും ഭയമൊക്കെ മാറാൻ വേണ്ടിയല്ലേ? ചേട്ടന്റെ ആയുസിന് വേണ്ടിയാ. പിന്നെന്തിനാ ഇത്ര പേടിക്കുന്നത്? ദേ, ഇതെനിക്ക് ഇഷ്ടമല്ല. കണ്ണുടങ്ങി. എങ്കിൽ ഞാൻ കൂടി വരാം. വേണ്ട, നീ സമാധാനമായിട്ടിരിക്കും. എനിക്കൊന്നും സംഭവിക്കില്ല. ഹലോ, അതെ, അതെ, പുറപ്പെടുന്നു. ഉണ്ടുണ്ടുണ്ട്, ഇഷ്ടം പോലെ പോലീസുണ്ട്.
സറൗണ്ടിങ് ബിൽഡിംഗ്സ് ഒന്ന് പാൻ ചെയ്തേ. Ready for inspection, sir. ക്യാമറ 4, ആ ക്രൗഡിനെ ഒന്ന് പാൻ ചെയ്തേ. പോലീസിന് ടൈറ്റായിട്ടൊന്ന് പാൻ ചെയ്തേ. അല്ല പെരുമാളെ, എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഇത്രയും പേരുടെ കണ്ണു വെട്ടിച്ച് ഇവൻ എങ്ങനെ ഈ പെരേഡിന്റെ അകത്ത് കയറി പറ്റി? ജീവിച്ചിരിപ്പുണ്ടായിരുന്ന അയാളോട് ചോദിക്കായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഹി ഈസ് ഡെഡ്.